ചേട്ടാ, ആലപ്പുഴയിലെ കാറ്റ് ആകെ മൊത്തത്തിൽ മാറി വീശുകയാണ്. അതായത് ഇപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ജി സുധാകരൻ പിണക്കത്തിലാണ്. LDF-മായി ഒരു പിണക്കത്തിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം ഇത്തവണ പാർട്ടി സപ്പോർട്ടോട് കൂടി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതെ, നമുക്കറിയാം ആലപ്പുഴയാണ് അദ്ദേഹത്തിന്റെ സ്ഥിരം സീറ്റ്. അതും ആലപ്പുഴയിൽ അമ്പലപ്പുഴയാണ് അദ്ദേഹം സ്ഥിരമായി മത്സരിക്കുന്നത്. അദ്ദേഹം വിജയം കണ്ടുള്ളത് അവിടെയാണ്. അതുപോലെ തന്നെ ആലപ്പുഴ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെയധികം പ്രതീക്ഷയുള്ള, അവർക്ക് വളരെയധികം വേരോട്ടമുള്ള ഒരു ജില്ലകളിൽ ഒന്നാണ് ആലപ്പുഴ ജില്ല. അവിടെ ജി സുധാകരനെ പോലെ ജനസമ്മതനായ ഒരു നേതാവ് സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ, അതും പാർട്ടിയെ പൂർണ്ണമായും തിരസ്കരിച്ചുകൊണ്ട് സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ, എന്താവും ആലപ്പുഴയിലെ സാധാരണക്കാരുടെ ഒരു തീരുമാനം എന്താവും? അല്ലെങ്കിൽ അവരേത് പക്ഷത്താവും നിൽക്കുക? ഇത്തവണ ജി സുധാകരൻ വിജയക്കൊടി പാറിക്കുമോ, അതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തവണ ഒരു മുന്നേറ്റത്തിനായി തളരുന്ന കാഴ്ചയായിരിക്കുമോ നമ്മൾ കാണേണ്ടി വരിക? പ്രശാന്ത്, ജി സുധാകരൻ പിണക്കത്തിലായത് ഇന്നലെയൊന്നുമല്ല, ഇപ്പോഴൊന്നുമല്ല. ജി സുധാകരൻ പാർട്ടിയുമായി അകന്നിട്ട് വർഷങ്ങളായി. അതായത് നമ്മൾ തന്നെ മാതൃഭൂമിയിൽ ബിജു പങ്കജിന് അദ്ദേഹം കൊടുത്തൊരു അഭിമുഖത്തിൽ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, 72 വയസ്സ് കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ വെട്ടി ഇറച്ചിക്ക് കൊടുക്കണമെന്ന് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതാണ് ജി സുധാകരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് അദ്ദേഹം ചോദിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിൽ പവർ. അദ്ദേഹം അങ്ങനെയാണ്. കാര്യം, ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് പാർട്ടിയിലേക്ക് വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞു, ഞാനും പ്രശാന്ത് വരുന്ന മറ്റൊരു സംസാരത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് സംഘടന ചില ആൾക്കാരെ, ജനപ്രിയരായ ചില ആൾക്കാരെ, ചിലരെ തെരഞ്ഞു പിടിച്ച് അവർ ആക്രമിക്കും. എന്നാൽ അങ്ങനെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കപ്പെടുന്നതിൽ അവസാനത്തെ ആളും ആകുന്നില്ല ജി സുധാകരൻ. ഇനിയും അവരുടെ കയ്യിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഈ പാർട്ടിയിൽ ജനസമ്മതരായ പല നേതാക്കളും ഈ പാർട്ടിയെ, CPM എന്ന് പറയുന്ന വരട്ട് തത്വവാദമുള്ള ഈ പാർട്ടിയെ വല്ലാതെ ഒരു മൂന്നാം കണ്ണുകൊണ്ട് വീക്ഷിച്ചുകൊണ്ടേ അവർക്കൊക്കെ നിൽക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ ആലപ്പുഴയിൽ എത്ര കാലമായി അവർ വേട്ടയാടുന്നറിയോ? നമ്മൾ ജി സുധാകരനെ പറയുമ്പോൾ പെട്ടെന്ന് ഒരാളുടെ പേരോട് നമുക്ക് പറഞ്ഞിട്ട് പോകേണ്ടി വരും. VS നമുക്ക് എല്ലാവർക്കും അവിടെ അറിയാം. അതെ, അവിടെ മാരാരിക്കുളത്ത് നിന്ന് TJ ആഞ്ചലോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഞാൻ 87-88 എൻ്റെ SSLC കാലം. എൻ്റെ ചെറുപ്പകാലത്ത് നമ്മൾ ഈ പറയുന്ന പോലെ പത്രം വായിക്കുകയും രാഷ്ട്രീയം പഠിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് തന്നെ CPM-ന്റെ ഏറ്റവും വലിയ പ്രത്യേകത യങ്സ്റ്റേഴ്സിനെ അവർ അന്ന് ചൂസ് ചെയ്യുമായിരുന്നു. ചില ഇലക്ഷൻ അവർ ഇറക്കുമ്പോൾ യങ്സ്റ്റേഴ്സിനെ ഇറക്കും, ചെറുപ്പക്കാരെ, യുവതയെ ഇറക്കും, യുവത്വത്തിനെ ഇറക്കും. എന്തിനാണ്? യുവത്വത്തിനെ നമ്മൾ എന്നും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. യുവത്വത്തിനാണല്ലോ ആളുകൾക്ക് ഇഷ്ടം. തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിൽ TJ ആഞ്ചലോസിനെ മാരാരിക്കുളത്ത് സ്ഥാനാർത്ഥിയാക്കാനായി തീരുമാനിക്കുന്നു CPM-ന്റെ. എന്നിട്ട് ഈ TJ ആഞ്ചലോസ് എത്ര കണ്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവനാകുന്നു. അദ്ദേഹം ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ ആളാണ്. ഈ ആഞ്ചലോസ് പിന്നീട് ജനപ്രിയനായി തുടങ്ങുമ്പോൾ അദ്ദേഹം ലോക്സഭയിൽ മത്സരിക്കുന്നു. അവിടെയും അദ്ദേഹം ആലപ്പുഴയിൽ ജയിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പാർട്ടി അദ്ദേഹത്തിന് ഒരു അസസ്മെന്റ് നടത്തുന്നു. അവൻ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. എന്നിട്ട് VS മാരാരിക്കുളത്ത് തോക്കുമ്പോൾ അതിന്റെ കാരണക്കാരൻ ഈ പറയുന്ന ആഞ്ചലോസ് ആണ് എന്നൊരു കഥയുണ്ടാക്കുന്നു. ആ കഥ പൊളിക്കുന്നത്, ആ കഥ അന്ന് നടക്കുന്ന സമയത്ത് അതിനൊപ്പം ആലപ്പുഴയിൽ സഞ്ചരിച്ച ആളാണ് ജി സുധാകരൻ. അവർക്കൊപ്പം അന്ന് ഈ കടുത്ത വിഭാഗീയത ഉള്ളപ്പോൾ മാരാരിക്കുളത്ത് ആഞ്ചലോസിനെ വെട്ടിമാറ്റാൻ ആ പാർട്ടിക്കൊപ്പം നിന്ന ആളാണ് ജി സുധാകരൻ. എന്നിട്ട് ഈ ജി സുധാകരൻ ഒരു വേദിയിൽ അപ്പോളജ് ചെയ്യുന്നു. ആരെ ഇരുത്തിക്കൊണ്ട്? ഈ ആഞ്ചലോസിനെ ഇരുത്തിക്കൊണ്ട്. അദ്ദേഹം CPI-യിലാണ് പോയത്. ആര്? ആഞ്ചലോസ്. അന്ന് വേദിയിൽ ഇരുന്ന് ഈ ജി സുധാകരൻ പറഞ്ഞു, ഞാനും കൂടെ കാരണക്കാരനാണ് ആഞ്ചലോസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ലെന്ന്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ആളാണ് ജി സുധാകരൻ. ജി സുധാകരൻ ഒരു ക്ലെയിം സർട്ടിഫിക്കറ്റ് ഒന്നും CPM-നകത്ത് നിൽക്കുന്ന എല്ലാ ആൾക്കാരും കൊടുക്കില്ല. കാര്യം അദ്ദേഹം ഒരു വേള VS-നൊപ്പം നിന്ന ആളാണ്. VS-നൊപ്പം പാർട്ടിക്കൊപ്പം VS-ന് ആലപ്പുഴ പിടിച്ചു കൊടുക്കാൻ നിന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പിണറായി വിജയന് പാർട്ടി പിടിച്ചു കൊടുക്കാനായി പിണറായിക്കൊപ്പം പോയ ആളാണ്. അത് നമ്മളിവിടെ ഓർക്കണം. നല്ല കമ്മ്യൂണിസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഒഴുക്കിനൊപ്പം നീന്തിക്കൊണ്ടിരിക്കുന്നത് നല്ല കമ്മ്യൂണിസ്റ്റ് ആണ്. VS-ന്റെ ഒഴുക്ക് നടന്നപ്പോൾ VS-നൊപ്പം നീങ്ങി, പിണറായിയുടെ ഒഴുക്ക് അടക്കം പിണറായിക്കൊപ്പം നീങ്ങുന്നു. ഇനിയിപ്പോൾ UDF-ന്റെ ഒഴുക്ക് നടക്കുമ്പോഴേക്കും പ്രശാന്ത് മറ്റൊന്നുമല്ല. പ്രശാന്ത്, ഇതിനകത്ത് അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ആലപ്പുഴയിൽ അമ്പലപ്പുഴയിൽ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ശരിയാവട്ടെ, അദ്ദേഹം ഒരു രക്തസാക്ഷി കുടുംബത്തിലെ ആളാണ്. ഇത് എല്ലാം നിൽക്കുമ്പോഴും അദ്ദേഹത്തിനെ വെച്ച് മുഖ്യധാര മാധ്യമങ്ങളിൽ ചില ആൾക്കാർ കളിച്ചൊരു ഡ്രാമയാണ്. അതിവിടെ ആർക്കും അങ്ങനെ അറിയില്ല. ഇവിടെ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ ബാക്കിയുള്ളവരും ഒക്കെ അദ്ദേഹം ശരിയാണ്, അദ്ദേഹം നല്ലൊരു നേതാവാണ്. ഞാൻ അതിൻ്റെ കറക്റ്റായിട്ട് കൃത്യമായ കാര്യം പറഞ്ഞുതരാം. അതായത് News18 എന്ന് പറയുന്ന ഒരു ചാനല്, ഈ News18 എന്ന് പറയുന്ന ചാനലിലെ ആലപ്പുഴയിലെ റിപ്പോർട്ടർ, ഞാൻ പേര് പറയുന്നില്ല, ഒരു വനിതയാണ്. ഇവരെന്താണ്? ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ ആളാണ്. ഇവർ തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ ഗോവിന്ദൻ സംസാരിച്ചപ്പോൾ ചിരിച്ചു. അതായത് ഈ ചിരിച്ചവരെന്നും ചോദ്യം ചോദിച്ചതും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരാണ്, റിപ്പോർട്ടർമാരാണ്. ഇവരൊക്കെ തന്നെ CPM-ന്റെ വാർത്തകൾ ചെയ്യുന്നവരാണ്. അത് ഈ പറയുന്ന രീതിയിൽ ഗോവിന്ദൻ സംസാരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് കഥയുണ്ടാകുന്നത്. അവിടെ അദ്ദേഹത്തെ അവഹേളിച്ചൊന്ന് കഥയുണ്ടാക്കിയത് News18-കാരാണ്. ഇത് ജി സുധാകരനെ നിർത്തി ചില മാധ്യമങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കിയത്. അത് മനസ്സിലാക്കണം പ്രശാന്ത്.
അങ്ങനെ ജി സുധാകരന്റെ മുന്നിൽ നിർത്തി ആ നടത്തിയ അജണ്ടയുടെ ബാക്കി പത്രമായി ഇപ്പൊ അദ്ദേഹം എന്തായി? അദ്ദേഹത്തിന്റെ പാർട്ടി മെമ്പർഷിപ്പ് പോയി. അതെ അതെ, പാർട്ടി പറയുന്നിടത്ത് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാത്ത ഒരാൾക്ക് പാർട്ടി കാൻഡിഡേറ്റ് ആയി നിർത്തേണ്ട ആവശ്യം അല്ല, അങ്ങനെയല്ല പ്രശാന്ത്. ഈ പറയുന്ന രീതിയിൽ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥി ആകണമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിയല്ലേ, ഒരു പാർട്ടി പ്രത്യേകിച്ച് ഇവരെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആയാലും അങ്ങനെയല്ലേ, കോൺഗ്രസ് ആയാലും ജില്ലാ നേതൃത്വം ഒരു പഞ്ചായത്ത് ഇലക്ഷന് ഒരു രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തുക എന്ന് പറഞ്ഞാൽ അതിന് ചില രീതികളും ചില നോംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് 72 വയസ്സ് കഴിഞ്ഞു, പിണറായിക്ക് ഇഷ്ടമല്ല, പിന്നെ എന്തിന് ഇദ്ദേഹം കിടന്ന് ചാടണം? അത് ചാടിച്ചത് ഗോവിന്ദൻ പറഞ്ഞപ്പോൾ ഗോവിന്ദൻ പത്രപ്രവർത്തകരെ കൊണ്ട് പറയിച്ച് അദ്ദേഹത്തിന് അവകാശനാക്കി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ കൊണ്ട് കുഴി തള്ളിച്ചത് ഇവിടുത്തെ ചില മുഖ്യധാരാ മാധ്യമങ്ങളാണ്. എന്റെ സംശയം ഇതാണ്, അങ്ങനെ സ്വതന്ത്രനായി തന്നെ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പലപ്പുഴയിലെ ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുമോ? എന്റെ പ്രശാന്ത്, എനിക്ക് കിട്ടിയിരിക്കുന്ന രഹസ്യ വിവരം അനുസരിച്ച് എന്റെ ചില മുതിർന്ന മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ചില സുഹൃത്തുക്കളായിട്ട് ഞാൻ സംസാരിച്ചു പറഞ്ഞു, അയ്യപ്പദാസ ഇയാൾ ജയിക്കാനൊന്നും പോകുന്നില്ല, ഇയാൾ ജയിക്കാനൊന്നും പോകുന്നില്ല, ഡെമ്മിയാണ്. അല്ല, അങ്ങനെ ഡമ്മിയൊന്നുമല്ല, ഇദ്ദേഹം ജയിക്കാൻ പോകുന്നില്ല, ഇദ്ദേഹം ജയിക്കില്ല എന്ന് പറഞ്ഞാൽ പ്രശാന്ത്, അതൊക്കെ ഈ പറയുന്ന പോലെ ഈ പാർട്ടിക്ക് അറിയാം ജയിക്കില്ല എന്ന്. ജി സുധാകരൻ എന്നാൽ ജയിക്കില്ല. പാർട്ടിയുടെ ആളായിട്ടും ഈ സ്വതന്ത്രനായിട്ട് നിൽക്കുമ്പോൾ രണ്ടാണ്. അതെ, തീർച്ചയായിട്ടും. എത്ര പാർട്ടിയുമായി അടികൂടുന്ന ഒരാളായാലും കോൺഗ്രസുമായി അടികൂടുന്ന ആളായാലും നമ്മൾ ഈ രാഷ്ട്രീയ മുതലെടുപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ മുതലക്കണ്ണീരെന്ന് പറയും. മുതലക്കണ്ണീര് ഒഴിക്കുന്ന എന്തിനാണ്? മുതലയുടെ കഥ അറിയാമല്ലോ, മുതലയും കുരങ്ങന്റെ കഥ അറിയാമല്ലോ. കുരങ്ങന്റെ ഹൃദയം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമാണ്, ആരുടെ? മുതലയുടെ ഭാര്യയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്ന കഥ അറിയാമല്ലോ. അപ്പൊ അത്തരത്തിൽ ഈ മുതലക്കണ്ണീരെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പൊ ഈ പറയുന്ന എല്ലാവരും, ആരൊക്കെ ഞാൻ പറയുന്നില്ല, സുധാകരൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു, അതെല്ലാം വെറും മുതലക്കണ്ണീരാണ്. അദ്ദേഹം ഒരു പടുകുഴിയിലാണ്, അദ്ദേഹം മത്സരത്തിൽ അദ്ദേഹം ജയിക്കില്ല. ഇത് എന്നോട് പറയുന്ന ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? പിണറായി വിജയൻ ഇപ്പൊ സലാം ഉൾപ്പെടെയുള്ള ആലപ്പുഴയിലെ പാർട്ടിയിലെ എല്ലാ അംഗങ്ങളും ഈ മയക്കുമരുന്ന് വ്യാപാരത്തിൽപ്പെട്ടവരെന്നാ പറയുന്നത്. മയക്കുമരുന്ന് വ്യാപാരത്തിൽപ്പെട്ടവർ തന്നെയാണ്. ഇപ്പൊ പ്രശാന്ത് പറഞ്ഞില്ലേ, ഒഴുക്കിനൊത്ത് നീന്തണം പ്രശാന്ത്. നമ്മളിപ്പോ ഈ പറയുന്ന പോലെ ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണം തിന്നണം എന്നൊരു പഴഞ്ചൊല്ല് പറയും. അദ്ദേഹത്തിനെ കൊണ്ട് ഇനിയിപ്പോ ഈ പാർട്ടി നന്നാക്കാൻ പറ്റുമോ? പ്രശാന്ത് പറയാം, നന്നാക്കാൻ പറ്റുമോ? പ്രായം കഴിഞ്ഞു, അല്ല അത് പോട്ടെ, പ്രായം കഴിയട്ടെ. പടുകുഴിയിലായി കഴിഞ്ഞൊരു പാർട്ടി ഈ ഇലക്ഷൻ കൂടെ കഴിയുമ്പോൾ ഈ പാർട്ടി ഇവിടെ കേരളത്തിലുണ്ടോ? അങ്ങനെയൊന്നും പറയാൻ പറ്റും. ആര് പറഞ്ഞു? ഉണ്ടാവണം. നിങ്ങൾ അങ്ങനെ വെട്ടി സ്വർഗത്തിൽ ഇരിക്കുവാണ്? ഉണ്ടാവണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവണമെന്ന് ഞാനും നിങ്ങളും തീരുമാനിച്ചാൽ മതി. ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനങ്ങൾ തീരുമാനിക്കണമെന്നില്ല, ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ പാർട്ടി ഇനി ഉണ്ട്, അവർ വരെ നിറയത്തേ ഉള്ളൂ. ഇതെല്ലാം പ്രശാന്ത് വേണമെങ്കിൽ എഴുതി വെച്ചോ. ഒരു 5 കൊല്ലം കൂടെ കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കുടുംബം അമേരിക്കയിലേക്ക് പോകും. പിന്നെ ഇവിടെ പാർട്ടി ഉണ്ടായാൽ എന്ത്, നിങ്ങളുണ്ടായ എന്ത്, അല്ലെങ്കിൽ ഇവിടെ ഉള്ള വേറെ ഉണ്ടായ എന്തിനാണ് ഈ പറയുന്ന രീതിയിൽ ഇല്ലാത്തൊരു സ്വപ്നം കാണുന്നത്? കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ജി സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിച്ചാൽ അദ്ദേഹം അവിടെ ജയിക്കാനൊന്നും പോകുന്നില്ല. അദ്ദേഹം വിഡ്ഢി സ്വർഗത്തിലെന്ന് ഇപ്പൊ പറയാനുള്ളൂ. കാര്യം ഈ പറയുന്ന പാലം ഉദ്ഘാടനത്തിന്, പെരുമ്പളം പാലം ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെന്നു. സുഹൃത്തെ, ആ ദിവസം, അതിന്റെ തലേ ദിവസം നമ്മളിവിടെ ഇതേപോലെ ടോക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ ഓഫീസിൽ തന്നെ നമ്മുടെ മറ്റൊരു സുഹൃത്തായ ഹർഷയോട് ഞാൻ പറഞ്ഞു, ഹർഷ, അദ്ദേഹം ഇത് കാണാൻ ചെല്ലില്ല. കാര്യം എൻ്റെ പരിമിതമായ അറിവിൽ അദ്ദേഹം പിണറായി വിജയൻ പോകില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. സത്യം അതാണ്. എന്തിനു പോകണം? കാര്യം ഇവിടെ പാർട്ടി ഇത്തരത്തിൽ ഗൗരിയമ്മ ഇതേപോലെ കിടന്ന് ചാടി, കൊഞ്ചു തുള്ളിയാൽ ചട്ടിയോളം, അതിനപ്പുറം വേറൊന്നുമില്ല. ഓന്തോടിയാൽ വേലിയോളം, അതിനപ്പുറം ഒന്നുമില്ല. പാർട്ടി ഇല്ലെങ്കിൽ ആര്, ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയിലായിരുന്നാലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയാൽ എവിടെ എത്താനാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ നേരെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് വിട്ടാൽ BJP-യിലോട്ട് പോകും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആലപ്പുഴയിൽ ഇദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്നു പറഞ്ഞു, കോൺഗ്രസ് പിന്തുണയ്ക്കും നിങ്ങൾ കരുതുന്നുണ്ടോ? എവിടെ? അവർക്കൊരു ബാധ്യതയാകും. അദ്ദേഹം ജയിച്ച് MLA ആയാൽ അദ്ദേഹം കോൺഗ്രസിന് ഒരു ബാധ്യതയാകും, അദ്ദേഹത്തിന് മന്ത്രിയാകണമെന്ന് പറയും. ഇവിടെ കോൺഗ്രസിൽ മന്ത്രിയാകാൻ 38 പേരോ ഉണ്ട് യോഗ്യതയുള്ളവർ, പിന്നെ ഇദ്ദേഹം എന്തിന്? അപ്പൊ ഇതില് ജി സുധാകരൻ എന്ന് പറയുന്ന ആദർശവാനായ സോഷ്യലിസ്റ്റിനെ പ്രശാന്തിന് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. എനിക്കത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. എനിക്കിഷ്ടമാണ്. ഞാൻ ഇത്രയും പറയുമ്പോഴും അദ്ദേഹം നല്ല കാലിബർ ഉള്ള ഒരു മന്ത്രി തന്നെയായിരുന്നു. ഏതായാലും അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ സ്വതന്ത്രനാകാൻ പോകുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. എന്താണെങ്കിലും കണ്ടറിയാനൊന്നുമില്ല, അമ്പലപ്പുഴയിൽ അദ്ദേഹം തോക്കും.